comment and subscribe. ഹലോ, എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന 7ാം ക്ലാസ്സുകാരുടെ സയൻസ് ആട്ടോ. സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് എ 100-fold yield. ഓക്കെ, ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പാർട്ടായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് എ 100-fold yield. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് ഒരു കുട്ടി ചെടി നടുന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി നടന്ന ഒരു മാങ്ങമരമാണ് നടുന്നത്. അപ്പോൾ എത്ര നാളെടുത്തിട്ടാണ് ഈ മാങ്ങമരം വലുതാവുക എന്നാണ് ആ കുട്ടി അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പുറത്തുനിന്ന് മരം ഒരു റിപ്ലൈ തരുന്നു, ഹാവ് പേഷ്യൻസ്, യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോട്ട്സ് ഓഫ് മാംഗോ വിത്തിൻ 8 to 10 years. 8 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മാങ്ങാമരം ഇതാക്കാന്ന് ആ ട്രീ റിപ്ലൈ തരുന്നു. ഓക്കെ, അതാണ് ആ പിക്ചറിൽ വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ അടിയിൽ വരുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, നമ്മുടെ അവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് മാംഗോസിൻ്റെ ട്രീസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പല ടൈപ്പ് ഓഫ് മാംഗോസിൻ്റെ ട്രീസ് കാണാം. അപ്പോൾ നമ്മൾ എന്താണ്, എത്ര നാളെടുക്കും അവിടെ ചോദ്യം, എത്ര നാളെടുത്തിട്ടാണ് ഈ ഒരു വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളെടുത്തിട്ടാണ് ഇതൊരു മാങ്ങ മരമാകുന്നതും അതിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്നത് എത്ര നാൾ ശേഷമാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ നൽകുന്നത്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു ചെടി നടുവാണെങ്കിൽ ഒരു ഫ്രൂട്ട് നടുവാകുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. ഒരു ചെടി നടാൻ പോവാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്നാമത്തെ, ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, പെട്ടെന്ന് ഫ്രൂട്ട്സ് കിട്ടണം. ഇപ്പോൾ ഞാനൊരു മാങ്ങയുടെ ഒരു തൈ നടുമ്പോൾ എന്താണ്, അത് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് മാങ്ങ മരം വലുതായിട്ട് അത് പെട്ടെന്ന് എനിക്ക് ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, പെട്ടെന്ന് കിട്ടണം. രണ്ടാമത്തെ, മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, കുറേ മാങ്ങ കിട്ടണം അല്ലേ, കുറേ മാങ്ങ കിട്ടണം. പ്ലെൻറ്റി എന്ന് പറയുമ്പോൾ കുറേ മാങ്ങ കിട്ടണം. പിന്നെ മൂന്നാമത്തെ, ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇപ്പോൾ നല്ല മാങ്ങകളായിരിക്കണം, കേടുള്ളത് കിട്ടിയിട്ട് കാര്യമില്ല, അപ്പോൾ നല്ലത് കിട്ടണം. അതാ പറയുന്നത്, ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു ചെടി നടാൻ പോകുമ്പോൾ ഒരു വിത്ത് ഇതാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, പെട്ടെന്ന് ക്വിക്ക്ലി കിട്ടണം. പിന്നെ പ്ലെൻറ്റി ആയിട്ടുള്ള കുറേ ഈൽഡ് കിട്ടണം. പിന്നെ മൂന്നാമത്തെ എന്താ, നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണം. ഈ 3 വേർഡ്സ് മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് വരുന്ന, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെ നല്ല ഈൽഡൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ ഒരു ചെടി നട്ടാൽ പോരാ, അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത്, ഗുഡ് സീഡ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്, നല്ല സീഡ് ഉപയോഗിച്ചാലേ നല്ല ചെടി ഉണ്ടാവുള്ളൂ. പിന്നെന്തൊക്കെ 2 പോയിന്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം, അതായത് വെള്ളമൊക്കെ നല്ല രീതിയിൽ കൊടുക്കണമല്ലേ, വാട്ടർ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഇതിൽ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട മാന്യൂവേഴ്സൊക്കെ ഇട്ട്, ചാണകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ഇട്ട് നല്ല രീതിയിൽ നോക്കി വളർത്തിയാൽ ഒരു ചെടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 2 പോയിന്റ് നിങ്ങളുടെ അടിയിൽ എഴുതാം. ഇനി അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ അതിനിടയിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ വിത്ത് ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടില്ലേ? അത് വിത്ത് ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു പ്ലാന്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രൂട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ സീഡും തന്നിട്ടുണ്ട് അല്ലേ. അതപ്പോൾ സീഡ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നത്. സീഡ് എവിടെ നിന്നാണ് വരാം? ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് അല്ലേ, ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് സീഡ് കിട്ടുന്നത്. അപ്പോൾ അതിൽ ബെസ്റ്റ് സീഡ് ഏതാണ്, എന്തൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ബെസ്റ്റ് സീഡ് നിങ്ങൾ തീരുമാനിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ, അതായത് നെക്സ്റ്റ് പേജിൽ നമുക്ക് തന്നിട്ടുള്ളത്, ലുക്ക് അറ്റ് ദിസ് പ്ലാന്റ്സ്, വിച്ച് ഓഫ് ദിസ് പ്ലാന്റ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ് ഫ്രം. അപ്പോൾ ഈ 2 ചെടി തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിൽ നിന്നായിരിക്കും നിങ്ങൾ സീഡ് ഇതാക്കുന്നത്? ഉറപ്പായിട്ട് പ്ലാന്റ് 1ൽ നിന്നായിരിക്കും. കാരണം അതിൽ കുറേ എന്താ പറയുക, തക്കാളികളല്ലാതെ അതെ കുറേ തക്കാളികൾ കുറേ ഉണ്ട്. അപ്പോൾ കുറേ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം യു നോ ദാറ്റ് സിംഗിൾ പ്ലാന്റ് പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്റ്റഡ് ടു ഗെറ്റ് ഫുഡ്. അപ്പോൾ ഏത് സ്റ്റേജിലുള്ളതായിരിക്കും നിങ്ങൾ ഈ ഫ്രൂട്ട്സ്, അതായത് പച്ചയായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇതാണോ, പച്ചയായിട്ട് ഇരിക്കുമ്പോഴാണോ നമ്മളതിൻ്റെ സീഡ് എടുത്തിട്ട് നടുക, അല്ലെങ്കിൽ കുറച്ച് പഴുപ്പാകുമ്പോഴാണെങ്കിൽ ഭയങ്കര പഴുത്ത് ചീയുമ്പോഴാണോ നിങ്ങൾ, ആ 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കും നിങ്ങളൊരു ഫ്രൂട്ട് എടുക്കുന്നത്, അത് എന്താ പറയുക, നടാൻ വേണ്ടിയിട്ട് എപ്പോഴായിരിക്കും എടുക്കുന്നത് ചോദിക്കുന്നത്. ആർ ദ ഫ്രൂട്ട് ഫോമഡ് അറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജസ് ഓഫ് ലൈഫ് സ്പാൻ ഓഫ് ദ. അപ്പോൾ അതാണ് ആദ്യം, അതായത് പച്ചയായിട്ട് ഇരിക്കുന്ന ഫ്രൂട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം പഴുത്ത് ചെയ്യില്ലേ ആ ഒരു ടൈമിലത്തെ ഫ്രൂട്ടാണ് കൊടുക്കുക ചോദിക്കുന്നത്. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അപ്പോൾ എന്താണ്, ഒരു മിഡിൽ സ്റ്റേജിലെത്തുമ്പോൾ അതിൻ്റെ സീഡ് എടുത്തിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം
അടിയിൽ പിന്നെ തന്നിട്ടുണ്ട് പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ്സ് ഇൻ എ സിംഗിൾ ഫ്രൂട്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു പയറെന്ന് പറയുമ്പോൾ പയർ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ സീഡുകൾ കാണാൻ പറ്റും. അതേപോലെ ലേഡീസ് ഫിംഗർ ആണെങ്കിലും കുറേ സീഡ്സ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്യാൻ ഓൾ ദീസ് സീഡ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലിങ്സ്, ഹൗ ക്യാൻ വി സെലക്ട് ദ ബെസ്റ്റ് സീഡ്സ് ഫ്രം ദ. അപ്പോൾ ഈ എല്ലാ സീഡ്സും നമുക്ക് എടുത്തിട്ട് കുഴിച്ചിട്ട് ആ പയർ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് സീഡ് എന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? അപ്പോൾ ഒരു ബെസ്റ്റ് സീഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് 4 പോയിന്റുകളാണ് ഇതാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അത് ഷേപ്പ് നോക്കണം. അതായത് ഇപ്പോൾ പയറാണെങ്കിൽ ഒരു വട്ടമാണെങ്കിൽ അത് കറക്റ്റ് അതിൻ്റെ വട്ടത്തിലാണോ എന്ന് നോക്കുക. പിന്നെ അതിൻ്റെ വെയിറ്റ്, ഇപ്പോൾ ലോ വെയിറ്റ് കുറയുന്നവരെ അതിൻ്റെ ഇത് കുറയും. അപ്പോൾ കറക്റ്റ് അതിൻ്റെ വെയിറ്റ് ആണോ, അപ്പോൾ ഷേപ്പ് നോക്കുക, വെയിറ്റ് നോക്കുക, സൈസ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ സീഡ് കോട്ട് എന്ന് വെച്ചാൽ സീഡ് കോട്ട് എന്താ, അതിൻ്റെ കവറിങ് ആണ്, പുറത്തെ കവറിങ്. അപ്പോൾ സീഡ് കോട്ട് മര്യാദക്കാണോ നോക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അടിയിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം ഏതൊക്കെയാണ് സീഡ് കളക്ഷന് മെയിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലോ ഈൽഡിങ് തരുന്നതാണോ? അല്ല. അപ്പോൾ അതല്ല ടിക്ക് ഇടേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ടിക്ക് ഇടരുത്. ഇനി സെക്കൻഡ് വൺ ഹൈ ഈൽഡിങ്. അതെ, ഹൈ ഈൽഡ്, നമുക്ക് നല്ല ഈൽഡ് വേണം, അപ്പോൾ അതിൽ ടിക്ക് ഇടാം. പിന്നെ ഹെൽത്തി പ്ലാന്റ് വേണോ, ഇൻഫെക്റ്റഡ് പ്ലാന്റ് വേണോ? ഹെൽത്തി പ്ലാന്റോ, ഇൻഫെക്റ്റ് എന്ന് വെച്ചാൽ കേടായിട്ടുള്ള അസുഖമൊക്കെ പിടിച്ച ചെടികളാണ് ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ അല്ല, എനിക്കൊരു ഹെൽത്തി പ്ലാന്റ് വേണം, അപ്പോൾ അത് ടിക്കിടാം. പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് വേണോ? സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഉയരം നിന്നവരാണ് സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുക. അങ്ങനത്തെ ഒരു ചെടി വേണോ? വേണ്ട, അത് വേണ്ട. പിന്നെ ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് ഫ്രൂട്ട് എവിടത്തെയാണ്? ഇനീഷ്യൽ അല്ല, മിഡിൽ ഓഫ് ദ ലൈഫ് സ്പാൻ ആണ്. അപ്പോൾ എൻ്റെ അല്ല, മൂന്നാമത്തത് ടിക്കിടാം. എന്നിട്ട് മിഡിൽ ഓഫ് ദ ലൈഫ് സ്പാൻ്റെ ടിക്കിടാം. ഫുള്ളി റൈപ്പൻഡ് ആണോ, നോട്ട് റൈപ്പൻഡ് ആണോ? ഫുള്ളി റൈപ്പൻഡ് ആണോ, നോട്ട് റൈപ്പൻഡ് ആണോ? ഫുള്ളി റൈപ്പൻഡ് അല്ലേ, അതായത് പഴുത്തത് വേണോ പച്ചയാണോ എന്ന് ചോദിക്കുന്നത്. പഴുത്തതാണ് എടുക്കുക, അപ്പോൾ ഫുള്ളി റൈപ്പൻഡ് ആണ്. യു ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഹാവ് നോർമൽ വെയ്റ്റ്, ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, ലെസ് വെയ്റ്റ്, ലൈറ്റ് വെയ്റ്റ്, നോർമൽ സൈസ്. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? ഫസ്റ്റ് നല്ല ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ്. പിന്നെ അടുത്തത് നോർമൽ വെയ്റ്റ്. ഡാമേജ്ഡ് സീഡ് കോട്ട് എടുക്കാൻ പാടില്ല, കേടായത് എടുക്കാൻ പാടില്ല, ഇല്ല. അപ്പോൾ അതല്ല. ലൈറ്റ് വെയ്റ്റ് ഉള്ളത് എടുക്കാൻ പാടില്ലോ, ഇല്ല. ലൈറ്റ് വെയ്റ്റ് എടുക്കാൻ പാടില്ല. നോർമൽ സൈസ്. അപ്പോൾ ലാസ്റ്റത്തെ ടിക്കിടാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചിട്ട് ടിക്കിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ ബോക്സിൽ വന്നിട്ടുണ്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. അതെ, നല്ല സീഡ് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഈൽഡ് കിട്ടുള്ളൂ. നല്ല ഈൽഡ് കിട്ടാൻ നമ്മൾ പറയില്ല, കുറേ കായ്കൾ കിട്ടുള്ളൂ. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ബി ഹാവ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ ഈ നല്ല സീഡ് എടുക്കാൻ ആ സീഡ് എടുക്കണ ആ ചെടിയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ പുതിയ ചെടികൾക്കും ഇതുണ്ടാവുള്ളൂ, നല്ല ഫ്രൂട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് 10ാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്. ഇവിടെ ചോദിക്കുന്ന ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആട്ടോ, ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ്. സീഡ്സിൽ നിന്ന് മാത്രമാണോ എന്നിട്ട് ഈ ചെടി ഉണ്ടാവുന്നത്? ഒരു സീഡ്, ഒരു വിത്ത് കുഴിച്ചിട്ടാൽ മാത്രമാണോ ചെടി ഉണ്ടാവുക? തെറ്റാണ്. വിത്ത് കുഴിച്ചിട്ടാൽ മാത്രമല്ല, പലതിൽ നിന്നും നമുക്ക് ചെടികൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒബ്സർവ് ദ പിക്ചർ ഗീവൻ ബിലോ, ഫ്രം വിച്ച് ഓഫ് ദ പാർട്ട് ദിസ് പ്ലാന്റ്സ് ഡു സാപ്ലിംഗ് ഫ്രം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്, ഇവിടെ ഈ ചെടികൾ നോക്കിയിട്ട് ഏത് പാർട്ടിൽ നിന്നാണ് ഉണ്ടാവുക പറയുന്നത്. ഒരു കറി ലീഫ് പ്ലാന്റ്, ഒരു കറി ലീഫ്, അതായത് നമ്മുടെ മറ്റേ കറിയിലിടുന്ന ലീഫില്ലേ, കറിവേപ്പിലയ്ക്ക് സീഡുണ്ടോ? ഇല്ല, കറിവേപ്പിലയ്ക്ക് സീഡില്ല. പിന്നെ എങ്ങനെയാണ് ചെടി ഉണ്ടാകുക? കറിവേപ്പിലയ്ക്ക് സീഡില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ചെടി ഉണ്ടാകുന്നത്? അതിൻ്റെ സ്റ്റെമ്മാണല്ലേ, സ്റ്റെമ്മ് നമ്മൾ ഇതാക്കിയിട്ട് കുഴിച്ചിടുമ്പോഴാണ് കറിവേപ്പിലേക്ക് ഉണ്ടാകുന്നത്. പിന്നെ അടുത്തത് ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അത് ഫ്രൂട്ടല്ല, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. പിന്നെ ബ്രയോഫില്ലം പറയുമ്പോഴോ, ബ്രയോഫില്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഇലയുണ്ടല്ലോ, ഈ ഇലയിൽ നിന്ന് തന്നെ വീണ്ടും പുതിയ ഇലകൾ വരും. അപ്പോൾ അത് ബ്രയോഫില്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ്, ലീവ്സ് എന്ന് എഴുതാം. ഫസ്റ്റത്തത് സ്റ്റെമ്മ്, രണ്ടാമത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്, മൂന്നാമത്തെ ലീവ്സാണ്, നാലാമത്തെ പെപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെതല്ലേ, കുരുമുളകിൻ്റെത് സ്റ്റെമ്മാണ്. പെപ്പർ പ്ലാന്റ് സ്റ്റെമ്മാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് പറയുമ്പോൾ ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം പ്ലാന്റ് പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീവ്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. മനസ്സിലായില്ല? അതായത് ഇത് മാത്രമല്ല, നമ്മൾക്ക് പലതിലും ഇപ്പോൾ ഒരു എന്താ പറയുക, സീഡ് കുഴിച്ചിട്ടാൽ മാത്രമല്ല ചെടി ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാപ്ലിങ്സ് ക്യാൻ ബി ഫോംഡ് നോട്ട് ഓൺലി ഫ്രം സീഡ് ബട്ട് ഓൾസോ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദിസ് പ്ലാന്റ് ആൻഡ് ദിസ് പാർട്സ് ആർ
പ്ലാന്റിങ് മെറ്റീരിയൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ബ്രയോഫൈല, ഇപ്പോൾ മണി പ്ലാന്റ് എന്ന് പറയുന്ന ഇതുണ്ട്, അതിന് എക്സാമ്പിളാണ് ലീവ്സിൽ നിന്ന് വരുന്നത്. ആ മണി പ്ലാന്റിൻ്റെ ഇലയിൽ നിന്നാണ് വീണ്ടും 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 ഇലകൾ വരുന്നത്. അപ്പോൾ അതെന്താണ് ലീവ്സിൽ നിന്നുണ്ട്. അപ്പോൾ സീഡ്സിൽ നിന്ന് മാത്രമല്ല എന്തുണ്ടാവുന്നത്, പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് പല വേറെ പാർട്സിൽ നിന്ന് ഉണ്ടാവുന്നു. നമ്മൾ മനസ്സിലായില്ലേ എന്ന് അവർ ചോദിക്കുന്നത്. ഇനി അടുത്ത ഈ ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ സീഡിൽ നിന്നല്ലാണ്ട് വേറെ പ്ലാന്റ്സിൻ്റെ പാർട്ടിൽ നിന്ന് ഇങ്ങനെ പുതിയ ചെടി ഉണ്ടാകുന്ന ആ ചെടീനെ ഉണ്ടാകുന്നതിന് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സീഡ് വഴി ഉണ്ടാകുന്നതിനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. The process of production of new sapling from vegetative parts of plants like root, stem, leaves and underground stem is called vegetative propagation. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ചെടി എന്തുണ്ടാവുന്നത് ഇങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്ന്, ഇലകളിൽ നിന്നോ വേരുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നോ അതിൽ നിന്നൊക്കെ ചെടി ഉണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഇതെന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്പാണ്. അത് അസെക്ഷുവൽ, അതായത് വിത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്. വിത്തിൽ നിന്നുണ്ടാവുക, സീഡിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അല്ലാത്തവരൊക്കെ നമ്മൾ അസെക്ഷുവൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും സീഡ് ആർ ഫോംഡ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വിത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സീഡ് വഴി ഉണ്ടാകുന്നത് അത് സെക്ഷുവലാണ്. അപ്പോൾ സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരും വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കാം. റൂട്ടിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞാൽ നിന്നിട്ട് ബ്രെഡ് ഫ്രൂട്ട് തന്നിട്ടുണ്ട്. റൂട്ടിൽ നമ്മൾക്ക് 3 എണ്ണം എഴുതാം. ഒന്ന് ക്യാരറ്റ് റൂട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തേത് റാഡിഷ് എഴുതാം. മൂന്നാമത്തേത് ടർണിപ്പ് എഴുതാം. ക്യാരറ്റ്, റാഡിഷ്, ടർണിപ്പ് എഴുതാം. ഇനി അത് കഴിഞ്ഞാൽ സ്റ്റെമ്മിൻ്റെത് എന്താ, സ്റ്റെമ്മ് വെട്ടിയിട്ട് നമ്മൾ കുഴിച്ചിടുമല്ലോ. ഇപ്പോൾ റോസാപ്പൂവിൻ്റെത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, റോസാപ്പൂവ്. പിന്നെ അതുപോലെ തന്നെ ഹിബിസ്കസ് ഉണ്ടല്ലോ, അത് ചെമ്പരത്തി എന്ന് പറയില്ലേ, ചെമ്പരത്തീൻ്റെ നമ്മൾ അങ്ങനെ ഇതാക്കുന്നു. പിന്നെ മിൻറ്റ് ചെടിയുടെ അതൊക്കെ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, റോസ്, ഹിബിസ്കസ്, മിൻറ്റ്. ഇനി അത് കഴിഞ്ഞാൽ ലീഫ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, ബ്രയോഫില്ലം പറഞ്ഞു. പിന്നെ അതുപോലത്തെ വേറൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, മണി പ്ലാന്റ് പറഞ്ഞു. അപ്പോൾ മണി പ്ലാന്റ് എഴുതാം. പിന്നെ കാക്ടസ് ഇല്ലേ, കാക്ടസ് അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. സ്നേക്ക് പ്ലാന്റ് ലീവ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ 3 എണ്ണം എഴുതാൽ മതി, മണി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, കാക്ടസ്. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് നേരത്തെ ഒരു എക്സാമ്പിൾ അവിടെ തന്നിരുന്നു. എന്തായിരുന്നു, ജിഞ്ചർ തന്നിരുന്നു അല്ലേ, പിക്ചറിൽ തന്നിരുന്നു. ഒന്നെങ്കിൽ ജിഞ്ചർ എഴുതാം. പിന്നെ പൊട്ടാറ്റോ, ഉരുളൻകിഴങ്ങ് അങ്ങനെ ഉണ്ടാകുന്നത്. ഗ്രൗണ്ട് നട്ട് ഇല്ലേ, ഗ്രൗണ്ട് നട്ട് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് 3 എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സീഡ് വഴി ഉണ്ടാകുന്നത് എന്തൊക്കെ, സീഡ് വഴി ആപ്പിള്, കോക്കനട്ട് ഉണ്ടാവുന്നു. നീം എഴുതാം. ബനിയൻ ട്രീ ഒക്കെ ഇല്ലേ, അതൊക്കെ സീഡ് വഴി എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മൾ എഴുതാം. ഇനി അടുത്ത പേജിലേക്ക് പോകാം. 11ാമത്തെ പേജ്. In Moringa, young plants are produced from seeds and by planting stem cutting. Can you find more examples of plants which can reproduce both through sexual reproduction and vegetative propagation? 2 മെത്തേഡും, അതായത് നമ്മൾ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞത് ഓരോരുത്തരും എക്സാമ്പിൾസാണ് പറഞ്ഞത്. 2ഉം കൂടി ചെയ്യുന്ന ചെടികളുണ്ടോ എന്ന് ചോദിച്ചാൽ, സെക്ഷുവലും ഉണ്ട് എന്നാലോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന അങ്ങനത്തെ ചെടികളുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്, ചീമക്കൊന്ന എന്ന് പറയുന്നത് അങ്ങനത്തെ 2 ചെയ്യുന്നൊരു എക്സാമ്പിളാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ എക്സാമ്പിൾ എഴുതിയാൽ മതി. മോസസ് എന്ന് പറയുന്നത്, ലിവർ വേർട്ട് എന്ന് പറയുന്ന, ഹോൺ വേർട്ട് അവിടെ കൊടുക്കാം അതിൻ്റെ ഇത്. അപ്പോൾ നിങ്ങളത് നോക്കി എഴുതിയാൽ മതി. അതൊക്കെ ഇതിനെ 2 കൂടി ചെയ്യുന്ന ചെടികൾക്ക് എക്സാമ്പിൾസ് ആട്ടോ. പിന്നെ സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. അപ്പോൾ നല്ല സീഡ് കിട്ടണമെങ്കിൽ എന്താണ്, കറക്റ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽ എടുത്താൽ മാത്രമേ, കറക്റ്റ് ഒരു ചെടി എടുത്താൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു സീഡ് കിട്ടും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലാന്റ് എടുത്താൽ മാത്രമേ കറക്റ്റ് സീഡിങ് മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റി സീഡ്സ് കിട്ടുമെന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം പ്ലാന്റ്സ് ടു ബി ഹാവ് സുപ്പീരിയർ ക്വാളിറ്റി. അപ്പോൾ നല്ല പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനെ നല്ല നോക്കിയെടുക്കണം എന്നൊക്കെ പറയില്ല, നല്ല കെയർ എടുത്തിട്ട് നമ്മൾ നല്ല ഏത് പ്ലാന്റ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദിസ് ചിൽഡ്രൻ. വാവ്, ദ ഗോവ ഈസ് ബിഗ്, ഇറ്റ് ഈസ് റൈപ്പ് ഓൾസോ, ക്യാൻ ഐ ഹാവ് ഇറ്റ് സ്റ്റെം കട്ടിങ് ഓഫ് ഫോർ പ്ലാന്റിംഗ് എന്ന് ചോദിക്കുക. അതായത് ഈ പേരയ്ക്കാതെ ഇപ്പോൾ കണ്ടപ്പോൾ പേരയ്ക്ക ഭയങ്കര വലുതാണല്ലോ, ഇതിൽ നിന്ന് എനിക്കൊരു ഒരു ചെറിയൊരു പോർഷൻ സ്റ്റെം കട്ട് ചെയ്യാൻ തരുമോ. സ്റ്റെം കട്ട് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ
സ്റ്റെമ്മ് മുറിച്ചിട്ട് നമ്മൾ ഇപ്പോൾ റോസാപ്പൂ പറഞ്ഞില്ലേ, റോസാപ്പൂവിൻ്റെ സ്റ്റെമ്മ് മുറിച്ചിട്ട് നമ്മൾ വേറെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ചെടി വരില്ല. അതുപോലെയാണ് സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ആ ഒരു എന്താ പറയുക, പേരക്കയുടെ ഒരു ചെറിയൊരു സ്റ്റെമ്മ് തരുമോ ഞാൻ കുഴിച്ചിട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഷുവർ, ഐ വിൽ ഗീവ് യു ബോത്ത് ദ സ്റ്റെം കട്ടിങ് ആൻഡ് ദ ഫ്രൂട്ട്. ഞാൻ നിങ്ങൾക്ക് സ്റ്റെം കട്ടിങ്ങും തരാം ഫ്രൂട്ടും തരാം. ബട്ട് ക്യാൻ ദ സ്റ്റെം ഓഫ് ഗോവ പ്ലാൻ. അപ്പോൾ പറയുകയാണ്, ഒരു പേരക്കയുടെ സ്റ്റെമ്മ് സ്പ്രൗട്ടാവോ? ഓക്കെ, പേരക്കയുടെ സ്റ്റെമ്മ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ചെടി ഉണ്ടാവുമോ? അപ്പോൾ വോണ്ട് ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഓഫ് സീഡ് ടു ഗ്രോ. അങ്ങനെ എന്നിട്ട് അത് വലിയൊരു മരമാണെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കില്ലേ എന്ന് ഈ കുട്ടിയോട് ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നോക്കാം. വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ് ദാറ്റ് ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദിസ് ഗോവ പ്ലാന്റ് ആൻഡ് ക്യാൻ ബിയർ ഫ്രൂട്ട് ഫോർ ഇൻ എ ഷോർട്ട് സ്പെൻ. അപ്പോൾ അതായത് കുറച്ച് സമയം കൊണ്ട്, ഇപ്പോൾ കുറേ സമയമൊന്നും എടുക്കാൻ നമുക്ക് ടൈമില്ല, കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ഒരു സാപ്ലിംഗ് ഉണ്ടാവാൻ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സാപ്ലിംഗ് ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു ബെസ്റ്റ് മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട് ആൻഡ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. നമുക്കറിയാം പോളിനേഷൻ എന്താണ്. അതായത് ഒരു ചെടിയുമേ ഒരു ബീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണി വന്നിരുന്ന് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ മേത്ത് വന്ന് വേറെ ഒരു ചെടിയുമ ചെന്നിരുന്ന് അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ പ്ലാന്റ്. അങ്ങനെ നമുക്ക് ഒരു ചെടിയുടെ പോളിനേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ പറയുന്നു. ഡു ദാറ്റ് plants thus formed possess only the qualities of mother plant. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ചെടിക്ക് എന്താ പറയുന്നത്, ഈ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. കുറേ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അങ്ങനെ കറക്റ്റ് അതേപോലത്തെ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ വാട്ട് ഇഫ് ദ ന്യൂ പ്ലാന്റ് ഈസ് ഫോംഡ് ഫ്രം സ്റ്റെം കട്ടിങ്. അപ്പോൾ സ്റ്റെം കട്ടിങ് വെച്ചിട്ടാണ്, സ്റ്റെം കട്ടിങ് ആണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. കാരണം മദർ പ്ലാന്റിൻ്റെ തന്നെ കട്ട് ചെയ്തിട്ടല്ലേ ചെടിക്ക് പുതിയ ചെടി ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും മിക്കതും എല്ലാ ക്വാളിറ്റീസും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വോണ്ട് ഇറ്റ് ഹാവ് സെയിം ക്വാളിറ്റീസ് ആസ് മദർ പ്ലാന്റ്. അവർ ചോദിക്കുകയാണ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്, ഉണ്ടാവും. അപ്പോൾ സ്റ്റെം കട്ടിങ് ഓഫ് എ ഷൂ ഫ്ലവർ, ടാപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ എക്സിട്ര സ്പ്രൗട്ട് ഈസിലി. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഷൂ ഫ്ലവറോ ടാപ്പിയോക്ക സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെം കട്ടിങ് വെച്ചിട്ട് എന്താണ് പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഗോവ ടു സ്പ്രൗട്ട്. ഒരു പേരക്കേടൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് കുറേ നാളെടുക്കും, പെട്ടെന്നൊന്നും ചെടി ഉണ്ടാവില്ല. വാട്ട് ഇഫ് വി ഗ്രോ റൂട്ട് ഫ്രം സ്റ്റെംസ്. ഇപ്പോൾ പറയാൻ ഒരു മെത്തേഡ് നോക്കിയാലോ, ഈ സ്റ്റെമ്മിൽ നിന്ന് നമുക്കൊരു റൂട്ട് ഉണ്ടാക്കിയാലോ, അതായത് ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് വേരുണ്ടാക്കാം എന്ന് പറയാം. അതെങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് വേരുണ്ടാക്കുന്നത്? ഇഫ് ഇറ്റ് ക്യാൻ ബി ഡൺ വോണ്ട് ദ ഗോവ പ്ലാന്റ് ഗ്രോ ആൻഡ് ബിയർ ഫ്രൂട്ട്സ് മച്ച് ഏർലി. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, സ്റ്റെമ്മിൽ നിന്ന് വേരുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ചെടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അതിനുള്ള മെത്തേഡാണ് ലെയറിങ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് വരും. എന്താണ് ലെയറിങ് എന്നുള്ളത്? In plants such as guava, sapota and java apple, jamba എന്ന് പറയുന്ന almond and fig, rooting can be induced in stems of the mother plant. അപ്പോൾ ലെയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാം. അതായത് ഒരു ചെടി, ഇപ്പോൾ നമ്മൾ പറയുന്നത് പേരക്കയോ അല്ലെങ്കിൽ സപ്പോട്ടയോ അങ്ങനെ എന്തെങ്കിലും ചെടി എടുക്കുക. ഈ ചെടി എടുത്തിട്ട് അതിൻ്റെ ചെറിയ ലൈറ്റായിട്ടുള്ള കുഞ്ഞ് വരുന്ന സ്റ്റെം ഉണ്ടാവില്ലേ, ആ സ്റ്റെമ്മിനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതുമ്മ വേരുണ്ടാക്കുന്ന ഇതിനാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കുള്ള മദർ പ്ലാന്റ് ഉണ്ടല്ലോ, ആ മദർ പ്ലാന്റിൽ നിന്ന് അതിൻ്റെ ഒരു സ്റ്റെമ്മുമ്മ വേരുണ്ടാക്കുന്ന പ്രോസസ്സിനാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ചോദിക്കുമ്പോൾ എന്ത് പറയാം? പേരക്ക, സപ്പോട്ട, ജാമ്പ, ആൽമണ്ട്, ഫിഗ്, ഇങ്ങനത്തെയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ദിസ് സ്റ്റെം വിത്ത് ദ റൂട്ട് ക്യാൻ ബി കട്ട്. എന്നിട്ട് ആ വേരുണ്ടായതിനെ അതിൻ്റെ കുറച്ച് മുകളിൽ വെച്ച് മുറിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യുന്നു, അതിനെ പ്ലാന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ലെറ്റസ് ഗോ. അപ്പോൾ ഇവിടെ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റേജസ് അവ നിങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് സെലക്ട് എ പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. അമ്മയുടെ പ്ലാന്റ് ഉണ്ടാവില്ല, അതിൽ നിന്നിട്ട് കുറേ ഇങ്ങനെ ബ്രാഞ്ചസുകൾ പോകണം. അതിലിങ്ങനെ എന്താ പറയുക, മദർ പ്ലാന്റിൽ നിന്ന് പോകുന്ന ചെറിയൊരു പീസ് ഓഫ് സ്റ്റെം, കനം കുറഞ്ഞ സ്റ്റെം ഉണ്ടാവില്ലേ, പെൻസിൽ സൈസിൽ സ്റ്റെം എന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ നോക്കുക. ഇറ്റ് ക്യാൻ ബി ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ. അപ്പോൾ അതായത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ചെറുതായിട്ട് സ്പ്രൗട്ട് ചെയ്ത് തന്നെ കുഞ്ഞി സ്റ്റെം ഉണ്ട്, അത് തന്നെ മെയിനായിട്ട് എടുക്കാൻ നോക്കാൻ പറയുന്നുണ്ട്. മേക്ക് കട്ട് ഓഫ്. എന്നിട്ട് അവിടെ നിന്ന് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക, കുഞ്ഞി കട്ട് കൊടുക്കുക. ഫുള്ളും മുറിച്ചെടുക്കാനല്ല, ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാർക്ക്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോഴോ അപ്ലൈ ദ സ്ലൈറ്റ്ലി വെറ്റ്. എന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ്? കുറച്ച് മണ്ണ്, പിന്നെ കുറച്ച് ചാണകം, പിന്നെ ചകിരിച്ചോറ് എന്ന് പറയുന്നത് കോക്കോപീറ്റ് എന്ന് പറയുക, ചകിരിച്ചോറ് എന്ന് പറയുന്ന സാധനത്തിന് കോക്കോപീറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ പോളിത്തീൻ ബാഗ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യുക.
എന്നിട്ട് കുറച്ച് നാൾ എന്ത് ചെയ്യുക, 2 മാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, 2 മാസത്തോളം അതിങ്ങനെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റേജിൽ പറയുന്നുണ്ട്. എന്നിട്ട് 2 മാസം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് കവർ തുറന്ന് നോക്കുമ്പോൾ, അത് മാറ്റി നോക്കുമ്പോൾ നമുക്കവിടെ വേര് കാണാൻ പറ്റും. കാരണം എന്നിട്ട് അതിനെ മുകളിൽ വെച്ചിട്ട് കുറച്ചൊരു മുകളിൽ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പ്ലാന്റിൽ വേറെ ഒരു ബാഗിൽ അത് പ്ലാന്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ലെയറിങ് ചെയ്യുന്നത്. അത് ഉള്ള സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ വേരുണ്ടാക്കുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് പറയുന്നത്. ഇപ്പോൾ ഒരു ബോക്സിലാണെന്നുണ്ട് ലെയറിങ് ഈസ് എ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അല്ലേ, വേര് ഉണ്ടായതിന് ശേഷം മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ പ്ലാന്റ്ലെറ്റ്സ് പ്ലാന്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്പോൾ നെക്സ്റ്റ് വന്ന സെർപ്പൻറ്റൈൻ ലെയറിങ്. അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ പ്ലാന്റ്സ് ലൈക്ക് pepper, layering can be done by bending the long branches into the soil and covering the branches with the soil at the intervals. എന്ന് വെച്ചാൽ ഇപ്പോൾ പെപ്പർ, കുരുമുളകിൻ്റെ ഒക്കെ ഇങ്ങനെ പടർന്നു പോകുന്ന ചെടികളല്ലേ, അതിനെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിനെ നമ്മൾ മണ്ണിലേക്ക്, അതിങ്ങനെ ഒരു വള്ളി പോലത്തെ ചെടിയാണ്, അപ്പോൾ അതിലേക്ക് മണ്ണിലേക്ക് ടച്ച് ചെയ്യുക. എന്നിട്ട് മണ്ണിലേക്ക് ടച്ച് ചെയ്തിട്ട് നമ്മളവിടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് മുകളിലേക്ക് പിന്നെ വരുന്ന ഭാഗം, പിന്നെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീണ്ടും മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെ എന്താ പറയുക, മണ്ണിട്ട് ഓരോ നോട്ട്സിലും മണ്ണിട്ട് കൊടുത്ത് പോകാമെന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, മണ്ണിൽ ടച്ച് ചെയ്തിട്ട് അവിടെ മണ്ണിട്ട് കൊടുത്ത് അവിടെ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഫ്രം ദ സിംഗിൾ. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് അവിടെ ഇങ്ങനെ കുറേ വീണ്ടും ചെടികൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് അടിയിൽ വന്നിട്ടുണ്ട് പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിംഗ് മെത്തേഡ്. ഇപ്പോൾ എയർ ലെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാ നേരത്തെ പറഞ്ഞ ലെയറിംഗ് ഇല്ലേ, സ്റ്റെമ്മുമ്മ കട്ട് ചെയ്തിട്ട്, അത് ഏതൊക്കെ പറഞ്ഞു, പേരയ്ക്ക പറ്റുമെന്ന് പറഞ്ഞു, സപ്പോട്ട പറഞ്ഞു, ഫിഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽമൻഡ് പറഞ്ഞു, ജാവ പറഞ്ഞു. അതിൽ കാഷ്യൂ ട്രീയും റോസാപ്പൂവും പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ സർപ്പൻറ്റൈൻ ലെയറിങ്ങിന് എക്സാമ്പിൾസ് പറഞ്ഞത് പെപ്പർ പറഞ്ഞില്ലേ, പെപ്പർ, മുല്ലപ്പൂ അങ്ങനെ പറ്റും, ജാസ്മിൻ പറ്റും, മുന്തിരിവള്ളിയുടെ പറ്റും, ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, ബെറ്റൽ, ക്രൈസാന്തമം. ഓക്കെ, ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ പറ്റും 12. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ 13ാമത്തെ പേജിൽ കൺസിഡർ സം പെക്യുലാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾക്ക് ഉണ്ടായിരിക്കുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, മദറിൻ്റെ എല്ലാ ക്വാളിറ്റീസും കറക്റ്റ് കിട്ടും, കാരണം അതിൻ്റെ ഒരു സ്റ്റെമ്മുമെന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും 5 പെക്യുലാരിറ്റീസ്, ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. നമ്മൾ ഫസ്റ്റ് ഉള്ളത് മദർ പ്ലാന്റിൻ്റെ കറക്റ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ്, ചെറുതായിരിക്കും കേട്ടോ, സൈസ് കുഞ്ഞായിരിക്കും. പിന്നെ ഭയങ്കര ലൈഫ് സ്പാൻ ഒന്നും ആയിരിക്കില്ല, ഷോർട്ട് ലൈഫ് സ്പാൻ, സ്മോൾ സൈസ് ആയിരിക്കും, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട്, അതായത് മുന്നേ തന്നെ ഫ്ലവറും ഫ്രൂട്ടൊക്കെ നമുക്ക് മുന്നേ തന്നെ തരും. ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഇപ്പോൾ അത് ഒരു ടൈമിലായിരിക്കും തരാമെന്നുണ്ടായി, പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലവറിങ്ങും ഫ്രൂട്ടും ഒക്കെ തരുമെന്ന് പറഞ്ഞു. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, ടാപ്പ് റൂട്ട് അല്ല എന്ന് പറഞ്ഞു. ടാപ്പ് റൂട്ട് എന്താ, ഒരു മെയിൻ റൂട്ട് ഇങ്ങനെ മണ്ണിലേക്ക് പോകുന്നു, അതിൽ നിന്ന് പിന്നെ ബ്രാഞ്ചസ് വരുന്നു, ഇതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ആ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇല്ല. റിക്വയർ മോർ, നമ്മൾ നല്ല കെയർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് കറക്റ്റ് മദറിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും, ഫ്ലവറിങ് മുന്നേ ഉണ്ടായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റം ഇല്ല, പിന്നെ എന്താണ്, കെയർ നല്ല രീതിയിൽ കൊടുക്കണം. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിങ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ റൂട്ട് ബൈ ഡിപ്പിംഗ് ദ ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിങ് ഇൻ സൊല്യൂഷൻ. റൂട്ട് ബൈ ഡിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലല്ല എല്ലാവരും കുഴിച്ചിട്ടല്ലേ, ഇതിന് പകരം മണ്ണിൽ കുഴിച്ചിടുന്നതിന് പകരം ഹോർമോൺ ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണൊക്കെ, പ്ലാന്റുകൾക്ക് വളരാനുള്ള ഓക്സിൻ, അങ്ങനത്തെ കുറേ ഹോർമോണുകളുണ്ട്. അതിങ്ങനെ ഒരു കുപ്പിയിൽ, ഒരു ഗ്ലാസ് ജാറിൽ ഇങ്ങനെ ആ ഹോർമോൺ വെച്ചിട്ട് അതിൽ ചെടി നട്ടിട്ട് അവിടെ പുതിയ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിപ്പിംഗ് ദ ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിംഗ് ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് പ്ലാന്റ് ഹോർമോൺ ലൈക്ക് ഓക്സിൻ സ്പീഡ്സ് അപ്പ് റൂട്ട് ഫോർമേഷൻ. അപ്പോൾ നമുക്കവിടെ അങ്ങനെ ഇതാക്കുമ്പോൾ റൂട്ട് പെട്ടെന്ന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ദിസ് പ്രാക്ടീസ് ഈസ് വൈഡ്ലി യൂസ്ഡ് നൗ ടു ഡേയ്സ് ടു എൻഹാൻസ് ദ സക്സസ് റേറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസിങ് സ്റ്റെം കട്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ന് നമ്മളിത് മോസ്റ്റ്ലി യൂസ് ചെയ്തൊരു മെത്തേഡാണ്. ഇങ്ങനെ ഈ ചെടീനെ കട്ട് ചെയ്തിട്ട് അത് ഹോർമോണിൽ കുഴിച്ചിടുന്നത്, എന്നിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന ഒരു മോസ്റ്റ്ലി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി ഗ്രാഫ്റ്റിംഗ് മുതൽ നമ്മൾ പാർട്ട് 2 ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.